പേരൻസ് എന്ന് പറയാ കുട്ടികൾ രാത്രി വാ തുറന്നിറങ്ങുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുക. ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് കൊറോണയ്ക്കൊക്കെ ശേഷം ഇപ്പം കുട്ടികൾ വല്ലാണ്ട് കൂർക്കം വലിയം കൂടിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും സാർ. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒ പിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കൂർക്കം വലിയായിട്ടാണ്. മിക്കവാറും ആൾക്കാർ പേരൻസ് എന്ന് പറയാ കുട്ടികൾ രാത്രി വാ തുറന്നിറങ്ങുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുക. അതിൽ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു പല്ലും ഇതൊക്കെ തള്ളി, പല്ലും ഇതൊക്കെ താടി തള്ളി, പല്ല് തള്ളി, അങ്ങനെ വരുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. ആ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടികൾ വാ അടച്ച് ആ നാക്ക് അണ്ണാക്കിലേക്ക് തട്ടി ഉറങ്ങുമ്പോൾ ആ നാവിൻ്റെ ഷേപ്പിലാണ് ആ മോണയും കാര്യങ്ങളൊക്കെ വളരുന്നത്. അതിൻ്റെ അറ്റത്താണ് പല്ല് വരുന്നതെന്നും ആൾക്കാർക്ക് അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. അല്ലെ, അപ്പം ആ വാ തുറന്നുറങ്ങുമ്പോഴത്തേക്കും അവർ വളരുന്ന പ്രായത്തിൽ ആ എല്ലുകളൊക്കെ വളരുമ്പോൾ അത് അതിന് തോന്നിയ പോലെ കുറച്ച് കുഴിഞ്ഞൊക്കെ വളരും. അപ്പം അതിൻ്റെ അറ്റത്തുള്ള മോണയിലെ പല്ലുകൾ നിരതെറ്റി വരാനൊക്കെ സാധ്യതയുണ്ട്. ഇവൻ നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ കുട്ടികളിലെ കുറുക്കം, വലിയ ആൾക്കാരുടെ കുറുക്കം വലി ഉണ്ടായിരുന്നെങ്കിൽ പോലും കുട്ടികളിലെ കുറുക്കം വലി ഇത്ര കണ്ട് ഉണ്ടായില്ലായിരുന്നു, ഇത്ര കോമൺ ആയിരുന്നില്ല. ഇപ്പം ശരിക്കും നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ടിപ്പിക്കൽ ലക്ഷണങ്ങളാണ്. അതായത് മൗത്ത് ബ്രീത്തിങ്, സ്നോറിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് വരും, ഇടയ്ക്ക് ജലദോഷം വിട്ടുമാറില്ല. ജലദോഷം വിട്ടുമായിട്ടൊരു സമയം ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. പീഡിയാട്രിഷ്യൻ എടുത്ത് പോകും, ആന്റിബയോട്ടിക് കഴിക്കും, സ്റ്റിറോയിഡ് കഴിക്കും, തൽക്കാലം ഒന്ന് ഒതുങ്ങും, നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത ആളെന്ന് കിട്ടും, അത് വീണ്ടും വരും. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ചെവിവേദന അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അതായത് കുട്ടി ഒരു സ്ഥലത്ത് കിടത്തിയാൽ തിരിഞ്ഞും പറഞ്ഞ് കട്ടിലിനടുത്ത് മറ്റേ ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ മേല് വന്നിട്ട് തലവെച്ച്. അത് എന്തിനാ കിടക്കുന്നവർക്ക് അറിയില്ല. ഇവർ വിചാരിക്കും സ്നേഹം കൊണ്ട് വന്ന് കിടക്കുകയാണ്. കുട്ടി ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ശ്വാസം ഇതിലൂടെങ്കിലും പോകുമ്പോൾ കുട്ടി ആ ഒരു കംഫർട്ടബിൾ പൊസിഷൻ സ്വീകരിക്കുന്നതാണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മൂത്രമൊഴിക്കുക, കട്ടിൽ മൂത്രമൊഴിക്കുക, പല്ല് കടിക്കുക. അതെ, ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവും. രാവിലെ ക്ലാസ്സിൽ ആകെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ കളിക്കും, റൗണ്ട് അടിച്ച് കളിച്ച്, അവരൊന്നിലും ശ്രദ്ധിക്കില്ല. പിന്നെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലായ രീതിയിലാണ് രാത്രി ഉറക്കം ശരിയല്ലെങ്കിൽ രാവിലെ ഒന്നും പറ്റില്ല.